ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം നമ്മൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മിക്ക ശനിയാഴ്ചയും നമ്മൾ ഈ അമ്പലത്തിൽ പോകണം, തോണ്ടംകുളങ്ങര അമ്പലത്തിൽ നമ്മൾ പോകുന്നത്. അവിടെ പോകാറുള്ളതാണ്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് 2-3 ആഴ്ചയായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് മഴയൊന്നുമില്ല, വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നൊന്ന് അമ്പലത്തിൽ പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോണ വഴി. അപ്പോൾ റോഡിൻ്റെ ഇരു സൈഡിൽ നമുക്കിത് വലക്കാരെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ട്രോളിങ് ആയതുകൊണ്ട് ഇവരാണ് ഇപ്പോൾ കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവർക്കെന്തോ ചെമ്മീൻ എന്തൊക്കെയാണ് കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറുവാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ വരാൻ നേരത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ്. നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പഴവും മലരും മേടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് നിങ്ങളോട് പിന്നെ പറയാം. അങ്ങനെ നമ്മുടെ അമ്പലം എത്താറായിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും കാണത്തില്ലെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പാടുപെട്ടു. ഒടുവിൽ റോഡൊക്കെ ക്രോസ് ചെയ്ത് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറുവാണ്. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ വലത് സൈഡിൽ ഒരു നാഗത്താന്മാരുടെ പ്രതിഷ്ഠയുണ്ട്. അതുപോലെ തന്നെ ഇടത് സൈഡിലും ഒരു നാഗത്താന്മാരുടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ഇവിടെ ഒരു വലിയൊരു ആലുമുണ്ട്. അപ്പോൾ ഈ ഒരു ആലിന് വലം വയ്ക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഫോണും ക്യാമറയും എല്ലാം ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് നേരെ പോകുന്നത് നമ്മുടെ വഴിപാട് കൗണ്ടറിലോട്ടാണ്. അവിടെയും അത്യാവശ്യം ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൽ വരുമ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടാറ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ? അപ്പം നമുക്ക് ഫോൺ ഇവിടം വരെ അലൗഡായിട്ടുള്ളൂ. അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അമ്മയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏട്ടനാണ്. അപ്പം ഞാൻ ക്യൂവിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വഴിപാടൊക്കെ എഴുതി ഭഗവാനെയൊക്കെ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചത് അമ്പലത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ കഴിപ്പിച്ച വഴിപാടിൻ്റെ പ്രസാദമായിട്ട് നമുക്കിത് അവലും മലരും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏട്ടന് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുവാണ്. എല്ലാ ശിവക്ഷേത്രത്തിലെ പോലെയും ഇവിടെയും ഒരു നന്ദി ഭഗവാനുണ്ട്. അപ്പം നമ്മുടെ ശിവൻ്റെ ഏറ്റവും വലിയ ഭക്തനാണല്ലോ നന്ദി ഭഗവാൻ. നന്ദി ഭഗവാന്റെ അടുത്ത് ആഗ്രഹങ്ങളൊക്കെ ചെവിയിൽ പറഞ്ഞ് അത് നടക്കുമെന്നാണ് വിശ്വാസം. അപ്പം നമ്മൾ എപ്പോഴും വരുമ്പോൾ ഇത് മുടങ്ങാതങ്ങ് ചെയ്യും. ഏതു മനുഷ്യന് ആഗ്രഹങ്ങളില്ലാത്ത? അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും എപ്പോഴെങ്കിലും നിറവേറും എന്ന പ്രതീക്ഷയിൽ ഞാനും നന്ദി ഭഗവാന്റെ അടുത്ത് എൻ്റെ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. തൊഴുതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ വണ്ടിയുടെ അടുത്താണ്. വണ്ടിയിലല്ലേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ ഇരിക്കുന്നത്. അതിപ്പോൾ ഇനി ഇവിടെ എന്തിനാവൂന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പം നമ്മളിത് എപ്പോഴും ഇവിടെ അമ്പലത്തിൽ വരാൻ നേരത്തെ ഈ 2 സാധനങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ കാണും. അപ്പം നമ്മൾ ഈ പഴം കൊണ്ടുപോകണം വേറെ ആർക്കും അല്ല, ഇവിടെ ഒരു നന്ദിയുണ്ട്. അപ്പോൾ കുറച്ച് നാളായി നമ്മളിവിടെ വന്നിട്ട്. പുള്ളിക്കാരൻ എന്നെ മറന്നു പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നിട്ടൊന്നും ഇല്ല. ആശാൻ എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി തലവൊക്കി വന്നു. അങ്ങനെ ഞാൻ പഴം കൊടുത്തു. ആദ്യം പഴം കൊടുത്തപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. നാക്കും പല്ലും ഒക്കെ ഒന്ന് കയ്യെ ടച്ച് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കാണാത്തതിൻ്റെ പരിഭവമൊക്കെ പറയുവാൻ തോന്നി. എന്തൊക്കെയോ സൗണ്ടൊക്കെ ആശാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ആഴ്ച ഇനിയും കാണാം, ഇനിയും വരാമെന്ന് പറഞ്ഞ് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ പോയത് ക്ഷേത്രക്കുളത്തിലോട്ടാണ്. അവിടെയല്ലേ നമ്മുടെ മീൻകുട്ടന്മാരുള്ളത്. അപ്പം നമ്മൾ മേടിച്ച മലരാണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആദ്യമൊക്കെ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വഴിപാടിൻ്റെ പ്രസാദമൊക്കെ ആയിരുന്നു ഈ മീനുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ വരുമ്പോൾ മലര് മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇവിടെ ഒത്തിരി മീനുകളുണ്ട്. അപ്പം ഞാൻ മലരൊക്കെ ഇട്ട് കൊടുക്കും. ആ മലരിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ഇടിയിൽ തന്നെയാണ് നമ്മുടെ മീൻകുട്ടന്മാർ. അപ്പം നമുക്കിവിടെ ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പം ഈ ഒരു മീനിൻ്റെ പേര് സിലോപ്പിയ എന്നാണ്. അങ്ങനെ നമ്മൾ ചറ പറ എന്നൊക്കെ ഓടി നടന്നത് മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട്. എനിക്കും ഇത്തിരി തരുമോ എന്ന രീതിയിലാണ് നമ്മുടെ നന്ദിയുടെ നോട്ടം. അങ്ങനെ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ്. വരാൻ നേരം കുറച്ച് കപ്പ കൂടി മേടിച്ചുകൊണ്ട് വന്ന മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കുറച്ച് കപ്പയും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പം മഴ പെയ്തുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.